നമ്മൾ എന്താ പറഞ്ഞു തുടങ്ങിയത്? സ്റ്റെയറിൻ്റെ കമ്പോണൻസ് പാർട്സുകൾ അല്ലേ? സ്റ്റെയറിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. കുറച്ച് പേരുകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുണ്ടോയെന്ന് അറിയില്ല. ട്രെഡ്, റൈസ്, പിന്നെ സോഫിറ്റ്, റൈസർ, ഗോയിങ്, പിന്നെന്താ സ്കോട്ടിയ, പിന്നെന്തൊക്കെയാണ് ബാലുസ്റ്റർ, ന്യൂവൽ പോസ്റ്റ്, ലാൻഡിങ്, ഫ്ലൈറ്റ്, അങ്ങനെയുള്ള കുറച്ച് വേർഡ്സുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. വേർഡ്സ് മീൻസ് സ്റ്റെയറിൻ്റെ പാർട്സുകളാണ്, കമ്പോണൻസുകളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞിട്ടൊന്ന് നമുക്കിത് തുടങ്ങാം. എന്തൊക്കെയായിരുന്നു? ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? സീരീസ് ഓഫ് സ്റ്റെപ്സ് അല്ലേ? സ്റ്റെപ്പുകളുടെ ഒരു കൂട്ടമാണ് അല്ലേ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്ലൈറ്റിൽ എത്ര മാക്സിമം 12 സ്റ്റെപ്പുകളും, ഒരു ഫ്ലൈറ്റിൽ മാക്സിമം 12 സ്റ്റെപ്പും മിനിമം 3 എണ്ണം വേണമെന്നാണ് നമ്മുടെ റൂള്. അതുപോലെ തന്നെ ബാലുസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ് റെയിലും അതുപോലെ തന്നെ സ്റ്റെപ്പിനും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ബാലുസ്റ്റർ എന്ന് പറയുന്നത്. ഹാൻഡ് റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ച് കയറുന്ന ഭാഗമാണ് നമ്മൾ ഹാൻഡ് റെയിൽ എന്ന് പറയുന്നത്. പിന്നെ ഹാൻഡ് റെയിലിനെ കണക്ട് ചെയ്യുന്നതാണ് ന്യൂവൽ പോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ട്രെഡും റൈസും നമുക്കറിയാം, നമ്മൾ കാല് വയ്ക്കുന്ന ഭാഗമാണ് ട്രെഡ്, അതിൻ്റെ സ്റ്റെപ്പിൻ്റെ ഹൈറ്റാണ് റൈസ് എന്ന് പറയുന്നത്. ട്രെഡും റൈസും ചേർന്നാണ് നമ്മൾ സ്റ്റെപ്പായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അല്ലേ? പിന്നെ സോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർച്ചിൻ്റെ പോലെ തന്നെ അണ്ടർ സർഫസിനെയാണ് നമ്മൾ പറയുന്നത്, ആർച്ച് പോലെ തന്നെ സ്റ്റെയറിൻ്റെ അണ്ടർ സർഫസിനെയാണ് നമ്മൾ പറയുന്നത് സോഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ സൈഡ് ഭാഗത്തിന് നമ്മൾ അതിൻ്റെ തിക്നെസ്സിന് സ്ട്രിങ് എന്ന് പറയും. അതുപോലെ ആ സൈഡിനെ, അതായത് സ്റ്റെപ്പിൻ്റെ സൈഡിനെ നമ്മൾ വേസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്റ്റെയറിൻ്റെ തരംതിരിക്കൽ, ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റെയർ, ഏതൊക്കെ രീതിയിലാണ് സ്റ്റെയറിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ചാപ്റ്ററുകളായിട്ട് വരുന്നതിലൊക്കെ മെയിനായിട്ട് വരുന്ന 2 ക്വസ്റ്റ്യൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ കമ്പോണൻസ് പാർട്സുകളും പിന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷനും അല്ലേ? നമ്മളിവിടുന്ന് ആർച്ച്, ഡോറ്, വിൻഡോ, ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് സ്റ്റെയറിലാണ്. ഈ സ്റ്റെയർ വരെ ഇത്രയും 4 ചാപ്റ്ററിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ്? ഈ പാർട്സുകളും അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻസും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസിലേക്ക് നമുക്ക് പോവാം. ഒന്നാമത് പറയുന്നതാണ് സ്ട്രെയിറ്റ് സ്റ്റെയർ ആണ് പറയുന്നത്. സ്ട്രെയിറ്റ് സ്റ്റെയർ, രണ്ടാമത് പറയുന്നത് ടേണിംഗ് സ്റ്റെയർ, മൂന്നാമത് പറയുന്നത് സർക്കുലർ ഓർ ഹെലിക്കൽ ഓർ സ്പൈറൽ സ്റ്റെയർ, നാലാമത് പറയുന്നത് ബിഫർക്കേറ്റഡ് സ്റ്റെയർ. ഇങ്ങനെ 4 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? സ്റ്റെയറുകളെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? സ്ട്രെയിറ്റ് സ്റ്റെയർ, രണ്ടാമത്തേത് ടേണിംഗ് സ്റ്റെയർ, മൂന്നാമത്തേത് സർക്കുലർ ഓർ ഹെലിക്കൽ ഓർ സ്പൈറൽ സ്റ്റെയർ, നാലാമത്തേത് ബിഫർക്കേറ്റഡ് സ്റ്റെയർ. ഇങ്ങനെ 4 രീതിയിലാണ് നമ്മൾ സ്റ്റെയറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നാല് രീതിയിലാണ് നമ്മൾ സ്റ്റെയറിനെ ക്ലാസിഫൈ ചെയ്തത്. അതിലൊന്നാമത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രെയിറ്റ് സ്റ്റെയർ. അപ്പോൾ നമുക്കത് കാണാം, ആ ചിത്രത്തിൽ അതിൻ്റെ എലിവേഷനും പ്ലാനും കൊടുത്തിട്ടുണ്ട്. എന്താണ് സ്ട്രെയിറ്റായിട്ട് പോകുന്നത് അല്ലേ? ഇത്തരം സ്റ്റെയറിൽ സ്റ്റെപ്പുകളെല്ലാം നേരെയും ഒരേ ദിശയിലും ആയിരിക്കും. വീതി കുറഞ്ഞിരിക്കുകയും എന്നാൽ നേരെ സ്ഥാപിക്കാൻ സൗകര്യമുണ്ടായിരിക്കുകയും ആണെങ്കിൽ ഇത്തരം സ്റ്റെയർ നിർമ്മിക്കാം. ലാൻഡിങ്ങോട് കൂടി 1-2 ഫ്ലൈറ്റുകൾ കൂടെ നമുക്ക് കൊടുക്കാവുന്നതാണെന്നാണ് പറയുന്നത്. സ്ട്രെയിറ്റായിട്ട് കൊടുക്കുന്ന സ്റ്റെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് നമ്മൾ പറയുന്നത്. സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റായിട്ട് കൊടുക്കുന്ന സ്റ്റെയർ ഇത്ര തന്നെയുള്ളൂ നമുക്ക് അതിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കിതിൽ തിയറി എഴുതാൻ കുറവാണ്. പക്ഷേ അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ആ ജസ്റ്റ് അതിൻ്റെ ഒരു ഫിഗറും കൂടി വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം കംപ്ലീറ്റ് ആയി എന്നാണ്. രണ്ടാമത് പറയുന്നത് എന്താണ്?
ടേണിംഗ് സ്റ്റെയർ അല്ലേ? ഒന്നാമത്തെ സ്ട്രെയിറ്റ് സ്റ്റെയർ ആണ്, രണ്ടാമത്തേത് ടേണിംഗ് സ്റ്റെയർ. എന്താണ് ടേണിംഗ് സ്റ്റെയർ? ടേണിംഗ് സ്റ്റെയറിൽ ഫ്ലൈറ്റുകളുടെ ദിശ മാറിയ നിലയിലായിരിക്കും. സാധാരണ ഉപയോഗത്തിലുള്ള ടേണിംഗ് സ്റ്റെയറുകൾ താഴെ പറയുന്നത്. അപ്പോൾ ടേണിംഗ് സ്റ്റെയറുകൾ പല രീതിയിലുണ്ട്, പല ഇതിൽ നമ്മൾ ടേണിംഗ് സ്റ്റെയറുകൾ കൊടുക്കാറുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ടേണിംഗ് സ്റ്റെയറിൽ അതിന് നമ്മൾ കുറച്ച് ടൈപ്സുകൾ പറയുന്നുണ്ട്. ടേണിംഗ് സ്റ്റെയറിൻ്റെ ടൈപ്സുകൾ അതൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിലൊന്നാമത് വരുന്നതാണ് ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത്. എന്താണ് ക്വാർട്ടർ ടേൺ സ്റ്റെയർ? എന്താണ് ക്വാർട്ടർ ടേൺ സ്റ്റെയർ? ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നില്ലേ, ജസ്റ്റ് കയറി പോയിട്ട് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കയറി പോകുന്നത് അല്ലേ? ഇത്തരത്തിലുള്ള സ്റ്റെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എഴുതി ഫലിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണല്ലേ? ഈ ക്വാർട്ടർ കയറി അതിങ്ങനെ കയറി ക്വാർട്ടറായിട്ട് 90 ഡിഗ്രിയിൽ അത് തിരിയുന്നു, അങ്ങനെയൊക്കെ നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മൾ ക്വാർട്ടർ സ്റ്റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സ്റ്റെയറുകൾ റൈറ്റ് ആംഗിളായിട്ട് ഇടത്തോട്ടോ ലാൻഡിങ്ങിലൂടെയോ വൈൻഡറിലൂടെയോ തിരിഞ്ഞു പോകുന്നു എന്നാണ് പറയുന്നത്. അതായത് റൈറ്റ് ആംഗിളായിട്ട് ജസ്റ്റ് ഇങ്ങനെ കയറി കറക്റ്റ് റൈറ്റ് ആംഗിളായിട്ട് തന്നെ കയറി പോകുന്ന സ്റ്റെപ്പുകളാണ്. അത്തരത്തിലായിരിക്കും നമ്മൾ ഈ ക്വാർട്ടർ ടേൺ സ്റ്റെയറുകൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് ഫലിപ്പിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതേപോലെ അതിൻ്റെ ഒരു ചിത്രം ഒന്ന് ജസ്റ്റ് ഇങ്ങനെയാണ് ക്വാർട്ടർ ടേൺ സ്റ്റെയറുകൾ വരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ഇതാണ് അതിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. ഇത് വരച്ചാലും നമുക്ക് കുഴപ്പമില്ല. അതായത് ജസ്റ്റ് എ എന്ന് മാർക്ക് ചെയ്തോടത്താണ് നമ്മൾ കയറി പോകുന്നത്. തിരിച്ച് കണ്ട കറക്റ്റ് 90 ഡിഗ്രിയിൽ തന്നെ അതിൻ്റെ എന്ത് വരികയാണ്? ടേണിങ് വരികയാണെങ്കിൽ അതാണ് ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ കയറി വന്ന് ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് കറക്റ്റ് 90 ഡിഗ്രിയിലാണ് തിരിയുന്നതെങ്കിൽ അത്തരം സ്റ്റെയറുകൾ എന്തായിരിക്കും? ക്വാർട്ടർ ടേൺ സ്റ്റെയറുകൾ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ എലിവേഷൻ വരയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ പ്ലാൻ നിങ്ങൾ വരച്ച് വെച്ചാലും മതി. എങ്ങനെയാണ് ഈ സ്റ്റെപ്പ് കയറി വരുന്നത്, മുകളിലേക്ക് കയറി പോകുന്നതിൻ്റെ ചെറിയൊരു ഡയറക്ഷൻ കാണിച്ചാൽ മതി. അപ്പോൾ ഇതാണ് ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത്. ഇനി വേറെ പറഞ്ഞ തുടക്കത്തിലും ഓരോ ഫ്ലൈറ്റിന് ശേഷവും ന്യൂവൽ പോസ്റ്റ് ഉള്ള തരം ന്യൂവൽ ക്വാർട്ടർ ടേൺ സ്റ്റെയറും ഹാൻഡ് റെയിൽ തുടർച്ചയായി വരുന്ന ഇടയിൽ ന്യൂവൽ പോസ്റ്റ് ഇല്ലാത്ത ജോമെട്രിക്കൽ ക്വാർട്ടർ ടേൺ സ്റ്റെയറുകളും ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്വാർട്ടർ ടേൺ സ്റ്റെയറുകൾ തന്നെ എങ്ങനെയുണ്ടെന്ന് പറയണത് ഇപ്പം ഇത് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? 90 ഡിഗ്രിയിലാണ് തിരിഞ്ഞിരുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ എന്താ പറയുന്നത്? ഓരോ ഫ്ലൈറ്റിന് ശേഷവും നമുക്ക് ന്യൂവൽ പോസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് കയറി വന്ന് ഇവിടെ ന്യൂവൽ പോസ്റ്റ് കൊടുത്ത് നമുക്കതങ്ങനെ കയറിപ്പോവാം. അതല്ലാതെ നമുക്ക് ഇതുപോലെ ജോമെട്രിക്കലായിട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്വാർട്ടർ ടേൺ സ്റ്റെയറുകൾ നമുക്ക് കൊടുക്കാം എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 90 ഡിഗ്രിയിൽ മാത്രമല്ല, അല്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് കൊടുക്കാം? ക്വാർട്ടർ ടേൺ സ്റ്റെയറുകൾ നമുക്ക് കൊടുക്കാമെന്നാണ് പറയുന്നത്. ഇതാണ് ന്യൂവൽ ക്വാർട്ടർ ടേൺ സ്റ്റെയറുകളും രണ്ടാമത് വരച്ചിരിക്കുന്നതാണ് ജോമെട്രിക്കൽ ക്വാർട്ടർ ടേൺ സ്റ്റെയറുകൾ. അപ്പോൾ ക്വാർട്ടർ ടേൺ സ്റ്റെയറുകൾ തന്നെ രണ്ടെണ്ണം വരുന്നുണ്ട്. ഒന്ന് അതായത് ന്യൂവൽ പോസ്റ്റ് കൊടുത്തിട്ട് നമ്മളതിനെ ടേൺ ചെയ്ത് പോകുന്നു, അതാണ് 90 ഡിഗ്രിയിൽ ടേൺ ചെയ്ത് പോകുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോമെട്രിയിൽ വരുന്നതാണ്, ജോമെട്രിക്കൽ ക്വാർട്ടർ ടേൺ സ്റ്റെയറുകളാണ്. അതായത് നമ്മുടെ ആർച്ച് നമ്മൾ വരയ്ക്കില്ലേ, മറ്റേ ടാൻജൻസും അതുപോലെ തന്നെ പരാബോള ഹൈപ്പർബോളയൊക്കെ നമ്മൾ അങ്ങനെ വരയ്ക്കുന്നില്ലേ? അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലുള്ള ആ ഡ്രോയിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് ഇത്തരം സാഹചര്യങ്ങളിലാണ്. ഇപ്പോൾ ആർച്ച് വരയ്ക്കുക, അതുപോലെ സ്റ്റെയർ വരയ്ക്കുക, സ്റ്റെയറിൻ്റെ ഹെലിക്കൽ സ്റ്റെയറുകളോ സർക്കുലർ സ്റ്റെയറുകൾ, ഇങ്ങനെയുള്ള ജോമെട്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇതിൻ്റെ ഈ കർവുകളുണ്ട്. ഇങ്ങനെയുള്ള ഡ്രോയിങ്ങുകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ എൻജിനീയറിംഗ് ഡ്രോയിങ് എന്ന് നമ്മൾ പഠിക്കുന്ന ആ ഡ്രോയിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആദ്യത്തെ സ്റ്റെയർ എന്തായിരുന്നു? സ്ട്രെയിറ്റ് സ്റ്റെയർ ആണ് ആദ്യത്തേത്. രണ്ടാമത് പറഞ്ഞത് ടേണിംഗ് സ്റ്റെയർ ആണ്. ടേണിംഗ് സ്റ്റെയറിൽ തന്നെ നമ്മൾ ഒന്നാമത് പറഞ്ഞത് എന്താണ്? ക്വാർട്ടർ ടേൺ സ്റ്റെയറുകളാണ്. അതിൽ രണ്ടെണ്ണമാണ് ന്യൂവൽ പോസ്റ്റ് ക്വാർട്ടർ ടേൺ സ്റ്റെയറുകളും രണ്ടാമത് പറഞ്ഞത് ജോമെട്രിക്കൽ ക്വാർട്ടർ ടേൺ സ്റ്റെയറുകളും. അങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ ഈ ക്വാർട്ടർ ടേൺ സ്റ്റെയറുകൾ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഇനി എന്താ പറയണത്? അടുത്തത്
ഹാഫ് ടേൺ. ഇപ്പോൾ ടേണിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ടേണിങ്ങിൽ നമ്മൾ ക്വാർട്ടർ ടേണേ കഴിഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? ഹാഫ് ടേൺ സ്റ്റെയറുകൾ. ദിശ എതിരായി വരുന്ന അഥവാ 180 ഡിഗ്രി ദിശ മാറുന്നതാണ് ഹാഫ് ടേൺ സ്റ്റെയർ. അതായത് 180 ഡിഗ്രിയിലാണ് ഇതിന് എന്ത് വരുന്നത്? ടേണിങ് വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു 90 ഡിഗ്രിയിൽ വരാം. അങ്ങനെയാണെങ്കിൽ ന്യൂവൽ പോസ്റ്റ് ആണ് അല്ലേ? അല്ലാതെ തന്നെ ജോമെട്രിയിൽ നമുക്ക് ക്വാർട്ടർ ടേൺ സ്റ്റെയറുകൾ നമുക്ക് വരുന്നുണ്ട്. എന്നാൽ ഹാഫ് ടേൺ സ്റ്റെയറുകൾ വരുന്ന സമയത്ത് അവിടുത്തെ ടേണിങ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയിലാണ് നമുക്ക് ടേണിങ് വരുന്നത്. 180 ഡിഗ്രി മാറുന്നതാണ് ഹാഫ് ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത്. ഇത്തരം സ്റ്റെയറുകളെ ഡോഗ് ലെഗ്ഡ് അല്ലെങ്കിൽ ന്യൂവൽ ഹാഫ് ടേൺ സ്റ്റെയർ, ഓപ്പൺ ന്യൂവൽ ഹാഫ് ടേൺ സ്റ്റെയർ, ജോമെട്രിക്കൽ ഹാഫ് ടേൺ സ്റ്റെയർ, ഇങ്ങനെ കുറേ പേരുകളിൽ നമ്മൾ ഇത് അറിയപ്പെടുന്നുണ്ട്. ഏത്? ഈ ഹാഫ് ടേൺ സ്റ്റെയറിനെ നമ്മൾ കുറേ പേരിൽ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് അറിയപ്പെടുന്നതും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതുമായ പേരെന്ന് പറയുന്നത് ഡോഗ് ലെഗ്ഡ് സ്റ്റെയറുകളാണ്. ഇത്തരത്തിലുള്ള സ്റ്റെയറിനെ പറയുന്ന പേരാണ് ഡോഗ് ലെഗ്ഡ് സ്റ്റെയറുകൾ. അതിൻ്റെ പ്ലാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് അപ്പ് മുകളിലേക്ക് കയറി വന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു പോകുന്ന സ്റ്റെയറിനെ പറയുന്ന പേരാണ് ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ. ഈ പേരിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസുകൾ കാര്യങ്ങളൊക്കെ തരുന്നത്. ഹാഫ് ടേൺ സ്റ്റെയറുകൾ തന്നെയാണ്, പക്ഷേ ഹാഫ് ടേൺ സ്റ്റെയർ എന്നുള്ള പേരെല്ലാം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്നാണ് നമ്മൾ ഈ ഒരു സ്റ്റെയറിന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ആ പേരാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ടേണിംഗ് സ്റ്റെയറിൽ ഒന്നാമത് പറഞ്ഞത് ക്വാർട്ടർ ടേൺ സ്റ്റെയറുകളാണ്. അതിനെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ന്യൂവൽ പോസ്റ്റ് എന്നും ജോമെട്രിക്കൽ എന്നും. രണ്ടാമത് പറഞ്ഞത് എന്താണ്? ഹാഫ് ടേൺ സ്റ്റെയർ. ഈ ഹാഫ് ടേൺ സ്റ്റെയറിലും ഇതുപോലെ തന്നെ പല സ്റ്റെയറുകൾ നമുക്ക് പല പേരുകൾ വരുന്നുണ്ട്. അതെന്താ? അതിലൊരു പേരാണ് എന്ത്? ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ. അപ്പോൾ ഈ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്നാണ് കൂടുതലായിട്ട് നമ്മൾ ഇത്തരത്തിൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സ്റ്റെയറിനെ നമ്മൾ വിളിക്കുന്നത്. ഹാഫ് ടേൺ എന്നുള്ളത് നമ്മൾ പൊതുവേ പറയാറില്ല. നമ്മൾ പറയുന്ന പേരെന്ന് പറയുന്നത് എന്താണ്? ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്നാണ്. ആ സ്റ്റെയറിൻ്റെ പ്രത്യേകത നിങ്ങൾ കണ്ടല്ലോ. എങ്ങനെയാണ്? ഒറ്റ ലാൻഡിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് കറക്റ്റ് 180 ഡിഗ്രിയിൽ തിരിഞ്ഞങ്ങ് പോവുകയാണ് ചെയ്യണത് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റെയറിനെ പറയുന്ന പേരെന്താണ്? ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്നാണ് നമ്മൾ പറയുന്നത്. ഡോഗ് ലെഗ്ഡ് സ്റ്റെയറിൽ എതിർദിശകളിലേക്കുള്ള 2 ഫ്ലൈറ്റുകൾക്കിടയിൽ സ്ഥലം ഉണ്ടായിരിക്കില്ല. സ്റ്റെയർ കേസിന് ലഭ്യമായ സ്ഥലം അതിൻ്റെ വീതിയുടെ ഇരട്ടി മാത്രം ഉണ്ടായിരിക്കുമ്പോഴാണ് ഇത്തരം സ്റ്റെയർ. അതായത് ഈ പ്ലാനിൽ ഇതിൻ്റെ കണ്ടോ, ഇതിന് രണ്ടിനും ഇപ്പോൾ മുകളിലേക്ക് കയറി വരുന്ന സ്റ്റെപ്പ് 11 എണ്ണം, അവിടുന്ന് അങ്ങോട്ട് കയറി പോകുന്ന സ്റ്റെപ്പ് 21 എണ്ണം കാണിച്ചിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ സ്പേസ് ഉണ്ടോ? ഇല്ലല്ലോ. കറക്റ്റ് ആ ഹാൻഡ് റെയിലിൻ്റെ ഭാഗമാണ് കാണിച്ചിട്ടുള്ളത്. സെൻറ്ററിൽ സ്പേസ് ഇല്ലാതെ ഇങ്ങനെ കൊടുക്കുന്ന ഈ ഒരു സ്റ്റെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് നമ്മൾ പറയുന്നത്. ഓ, പേജ് ഒന്ന് മൂവ് ചെയ്യുന്ന ശരിയാക്കും. ക്ലാസ് എടുത്ത് പോകുമ്പോ കാണുന്നില്ല. സ്റ്റക്ക് ആയിട്ട് എന്താ ഉള്ളത്? അതെല്ലേ. അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞത്? ഹാഫ് ടേൺ സ്റ്റെയറുകൾ അല്ലേ? ഹാഫ് ടേൺ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന പേരെന്ന് പറയുന്നത് ഡോഗ് ലെഗ്ഡ് സ്റ്റെയറുകൾ എന്നാണ് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യനൊക്കെ തരുമ്പോൾ ആണെങ്കിലും ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഹാഫ് ടേൺ സ്റ്റെയർ എന്നായിരിക്കില്ല ചോദിക്കുക. എന്താണ്? ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്നായിരിക്കും പറയാം. പിന്നെ നെക്സ്റ്റ് ഹാഫ് ടേൺ സ്റ്റെയറിൽ തന്നെ വീണ്ടും നമുക്കതിൻ്റെ സ്പേസോട് കൂടിയിട്ട് വരുന്ന, അതായത് ഓപ്പൺ ന്യൂവൽ ഹാഫ് ടേൺ സ്റ്റെയറുകളുണ്ട്. അതായത് എതിർദിശയിലേക്ക് 2 ഫ്ലൈറ്റുകൾക്കിൽ 15 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ സ്ഥലം വിട്ടിരിക്കും. സ്ഥലം കൂടുതലുണ്ടെങ്കിൽ അവിടെ 2 മുതൽ 4 വരെ സ്റ്റെപ്പുകൾ നിർമ്മിക്കാവുന്നതുമാണ്. അതായത് ഈ ഹാഫ് ടേൺ സ്റ്റെയറിൽ തന്നെ എന്ത്? ഓപ്പൺ ന്യൂവൽ ഹാഫ് ടേൺ. നേരത്തെ പറഞ്ഞത് ഏതായിരുന്നു? നമ്മൾ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ ആണ് ഹാഫ് ടേൺ സ്റ്റെയറിൽ പറഞ്ഞത്. അതുപോലെ തന്നെ വരുന്നതാണ് ഓപ്പൺ ന്യൂവൽ ഹാഫ് ടേൺ സ്റ്റെയർ. ആ കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ പ്ലാൻ. അതായത് നേരത്തെ വരച്ച് ഇതിലെവിടെ നോക്കിയ പ്ലാനിൽ നമുക്ക് എന്തില്ല? ഇതിൻ്റെ പ്ലാനിൽ നോക്കി ഇവിടെ സ്പേസ് ഇല്ല അല്ലേ? 2 സ്റ്റെപ്പുകൾക്ക്, അതായത് കയറി വരുന്നതും മുകളിലേക്ക് കയറി പോകുന്നതുമായിട്ടുള്ള 2 സ്റ്റെപ്പുകൾക്ക് ഇടയിൽ നമുക്ക് സ്പേസ് വരുന്നില്ല. പ്ലാനാണ് കേട്ടോ അത്.
പക്ഷേ ഇവിടെ നമുക്ക് ലാൻഡിങ് അതിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസ് നമുക്ക് വരുന്നുണ്ട്. അതാണ് ഓപ്പൺ ന്യൂവൽ സ്റ്റെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ തരുന്ന സ്റ്റെയറിനെ ഓപ്പൺ ന്യൂവൽ സ്റ്റെയർ എന്നും ഇങ്ങനെ കൊടുക്കുന്ന സ്റ്റെയറിനെ നമ്മൾ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളിതിൻ്റെ എലിവേഷൻ വരച്ചില്ലെങ്കിലും പ്ലാൻ മാത്രം വരച്ച് വെച്ചാലും മതി കേട്ടോ. അല്ലാണ്ട് എലിവേഷൻ ഇത് വരയ്ക്കണമെന്ന് നിർബന്ധമില്ല. ഇത് വരച്ച് വെച്ചാൽ നമുക്ക് ആ സ്റ്റെയർ എങ്ങനെയാണെന്നുള്ള ഒരു ഏകദേശ ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ഹാഫ് ടേൺ സ്റ്റെയർ 2 തരത്തിൽ വന്നു. ഏതൊക്കെയാണ്? ഡോഗ് ലെഗ്ഡും അതുപോലെ തന്നെ ഓപ്പൺ ന്യൂവൽ സ്റ്റെയറും. പിന്നെ അതിൽ വീണ്ടും വരുന്നുണ്ട് ഹാഫ് ടേണിൽ തന്നെ ഏതൊക്കെ വരുന്നുണ്ട്? നേരത്തെ പറഞ്ഞ ജോമെട്രിക്കൽ ഹാഫ് ടേൺ സ്റ്റെയറുകളും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാതൊന്നും നിങ്ങൾ എഴുതണമെന്നില്ല. ഹാഫ് ടേൺ സ്റ്റെയറിൻ്റെ ഇപ്പോൾ സ്റ്റെയറിൻ്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കുന്ന സമയത്ത് ഒന്നാമത്തെ സ്ട്രെയിറ്റ് സ്റ്റെയർ എഴുതുക. അത് നമുക്കതിൽ വേറെ ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല. രണ്ടാമത്തെ എഴുതുമ്പോൾ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ കൊടുക്കുക. മൂന്നാമത് പറയുന്ന സമയത്ത് മൂന്നാമത്തെ ഇത് കൊടുക്കുക. ഇനി 5 എണ്ണം എഴുതണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെയർ ഇപ്പോൾ ഹാഫ് ടേൺ സ്റ്റെയറിന് 2 എണ്ണം വരുന്നുണ്ട്, ക്വാർട്ടർ ടേൺ സ്റ്റെയറുകൾ 2 എണ്ണം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് കൊടുത്തു വെച്ചാൽ മതി 5 എണ്ണത്തിൽ കേട്ടോ. ബാക്കി എല്ലാതും മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ഇത് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സ്ട്രെയിറ്റ് സ്റ്റെയർ, രണ്ടാമത്തെ ടേണിംഗ് സ്റ്റെയർ. ഈ ടേണിംഗ് സ്റ്റെയറിൽ ആദ്യത്തെ പറഞ്ഞു ക്വാർട്ടർ ടേൺ സ്റ്റെയർ, അതും നമുക്ക് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമത് പറഞ്ഞത് എന്താണ്? ഹാഫ് ടേൺ സ്റ്റെയർ, അതിനെയും 2ആയിട്ട്, 2അല്ല 3ഒക്കെ ആയിട്ട് തിരിച്ച് ജോമെട്രിക്കലും അതുപോലെ തന്നെ ഓപ്പൺ ന്യൂവലും ഡോഗ് ലെഗ്ഡ് അങ്ങനെ 3ആയിട്ട് തന്നെ ഹാഫ് ടേണിനെ വീണ്ടും നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇത് 3 ക്വാർട്ടർ ടേൺ സ്റ്റെയറുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഹാഫ് ടേൺ സ്റ്റെയറുകൾ കഴിഞ്ഞാൽ അതിൽ തന്നെ എന്ത് വരുന്നുണ്ട്? 3 ക്വാർട്ടർ ടേൺ സ്റ്റെയറുകൾ. അതിൻ്റെ പ്ലാനാണ് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ പോയി തിരിച്ചിങ്ങോട്ട് വന്ന് വീണ്ടും ഇങ്ങനെ പോകുന്ന സ്റ്റെയറുകൾ. ഇത്തരത്തിലുള്ള സ്റ്റെയറിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? 3 ക്വാർട്ടർ ടേൺ സ്റ്റെയറുകൾ എന്ന്. എങ്ങനെയാണ് പറയുന്നത്? 3 റൈറ്റ് ആംഗിളായിട്ട് ദിശ മാറുന്ന തരം സ്റ്റെയറാണിത്. സ്റ്റെയർ റൂമിൻ്റെ നീളം കുറവും 2 ഫ്ലൈറ്റുകൾ തമ്മിലുള്ള കുത്തനെയുള്ള അകലം കൂടുതലും ആയിരിക്കുമ്പോഴാണ് ഇത്തരം സ്റ്റെയർ കേസുകൾ നമ്മൾ കൊടുക്കുന്നത് എന്ന് പറയുന്നത്. അതായത് 3 ക്വാർട്ടറായിട്ട് 90 ഡിഗ്രി, ഇവിടുന്ന് ഇങ്ങനെ 90 ഡിഗ്രി പിന്നെ വീണ്ടും 3 തവണ അത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എടുക്കുന്നതിൻ്റെ കാരണം എന്താണ് അവർ പറയുന്നത്? 3 റൈറ്റ് ആംഗിളായിട്ട് ദിശ മാറുന്ന തരം സ്റ്റെയർ ആണ് ഇത്. എന്താ കാരണം പറയുന്നത്? എന്താ? സ്റ്റെയർ റൂമിൻ്റെ നീളം കുറവും, അതായത് ഇത് കൊടുക്കുന്ന റൂമിൻ്റെ നീളം കുറവും 2 ഫ്ലോറുകൾ തമ്മിലുള്ള കുത്തനെയുള്ള അകലം കൂടുതലും, അതായത് നമ്മുടെ 2 ഫ്ലോറുകൾ തമ്മിലുള്ള അകലം ഹൈറ്റ് കൂടുതലും ആയിരിക്കുമ്പോഴാണ് നമ്മൾ എങ്ങനത്തെ സ്റ്റെയറുകൾ കൊടുക്കുന്നത്? ഇത്തരത്തിലുള്ള സ്റ്റെയറുകൾ നമ്മൾ കൊടുക്കുന്നത്. എങ്ങനെ? 3 ക്വാർട്ടർ ടേൺ സ്റ്റെയറുകൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? നമ്മൾ ഹാഫ് ടേൺ സ്റ്റെയറുകൾ എത്ര തരത്തിലുണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞു വന്നേ. ഒന്നാമത്തെ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ. ആ സ്റ്റെയറിൻ്റെ പ്രത്യേകത എന്താണ്? 2 സ്റ്റെയറുകൾക്കിടയിൽ നമുക്ക് എന്ത് വരുന്നില്ല? ഗ്യാപ്പ് വരുന്നില്ല. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഓപ്പൺ ന്യൂവൽ ഹാഫ് ടേൺ സ്റ്റെയർ അല്ലേ. അതിലെങ്ങനെയാണ് പറഞ്ഞത്? ഇതുപോലെ നമുക്കതിൽ എൻ്റെ പ്ലാനിൽ നമുക്കിതുപോലെ സ്പേസ് വരുന്ന ഇത്തരം സ്റ്റെയറുകളെയാണ് നമ്മൾ ഹാഫ് ടേൺ. പിന്നെ നമുക്ക് ജോമെട്രിക്കലി വരുന്ന സ്റ്റെയറുകളുണ്ട്. അപ്പോൾ ജോമെട്രിക്കൽ ഡ്രോയിങ് പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ആർച്ച് വരച്ചപ്പോഴും നമുക്കത് ആർച്ച് വരയ്ക്കുമ്പോൾ നമുക്കത് ആവശ്യം വരുന്നുണ്ട്. ജോമെട്രിക്കൽ സ്റ്റെയർ വരയ്ക്കുമ്പോഴും നമുക്ക് എന്താവശ്യം വരുന്നുണ്ട്? എൻജിനീയറിംഗ് ഡ്രോയിങ്, നിങ്ങൾ പഠിക്കുന്ന എൻജിനീയറിംഗ് ഗ്രാഫിക്സ് നിങ്ങൾക്ക് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതിൽ ജോമെട്രിക്കൽ കഴിഞ്ഞ് പിന്നെ 3 ക്വാർട്ടർ ടേൺ സ്റ്റെയറുകൾ പറഞ്ഞു അല്ലേ. എന്താണ്? 3 റൈറ്റ് ആംഗിളായിട്ടാണ് നമ്മൾ 3 ക്വാർട്ടർ ടേൺ സ്റ്റെയറുകൾ നമ്മൾ കൊടുക്കുന്നത്. പിന്നെന്താ പറഞ്ഞത്? ഇതിൻ്റെ എന്ത് സാഹചര്യത്തിലാണ് 3 ക്വാർട്ടർ ടേൺ സ്റ്റെയറുകൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ റൂമിൻ്റെ നീളം കുറവും അതുപോലെ തന്നെ 2 ഫ്ലോറുകൾ തമ്മിലുള്ള അകലം ഹൈറ്റ് കൂടുതലുമായിരിക്കുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റെയറുകൾ കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് വരുന്നത്? സർക്കുലർ.
അല്ലേ? മൂന്നാമത് വരുന്നത്. അപ്പോൾ 2 ടൈപ്പ് സ്റ്റെയറുകളാണ് ഇപ്പോൾ പഠിച്ചത് കേട്ടോ. 2 ടൈപ്പ്. ഞാനൊന്നും കൂടെ ഒന്ന് പറയുകയാണ്, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഒന്നാമത്തേത് സ്ട്രെയിറ്റ് സ്റ്റെയറാണ്, അതിൽ നമുക്ക് ടൈപ്സ് വരുന്നില്ല. രണ്ടാമത്തേത് ടേണിംഗ് സ്റ്റെയറുകളാണ്, അതിലാണ് നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ ടൈപ്സുകൾ വരുന്നത്. നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. ടേണിംഗ് സ്റ്റെയറിൽ ഒന്നാമത് വരുന്നത് എന്താണ്? ക്വാർട്ടർ ടേൺ സ്റ്റെയറുകളാണ്. അത് നമുക്ക് 2 രീതിയിൽ വരുന്നുണ്ട് ക്വാർട്ടർ ടേൺ സ്റ്റെയറുകൾ. അത് രണ്ടാമത് വരുന്നത് ഹാഫ് ടേൺ സ്റ്റെയറുകളാണ്. അതിലും നമുക്ക് 3 ടൈപ്പ് വരുന്നുണ്ട്. അതിലാണ് ഡോഗ് ലെഗ്ഡും ഓപ്പൺ ന്യൂവൽ സ്റ്റെയറും അതുപോലെ തന്നെ ജോമെട്രിക്കലും വരുന്നത്. പിന്നെ വരുന്നത് 3 ക്വാർട്ടർ ടേൺ സ്റ്റെയർ വന്നു. അതിലാണ് 3 റെക്റ്റാങ്കിളായിട്ട് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ ടേണിംഗ് സ്റ്റെയറുകൾ തന്നെ നമുക്കൊരു 7 ടൈപ്പ് സ്റ്റെയറുകൾ തന്നെ നമുക്ക് എന്തിൽ വരുന്നുണ്ട്? ടേണിംഗ് സ്റ്റെയറിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെയ്യുക? ഇതിൽ ഏതെങ്കിലും 5 അതിൽ സ്ട്രെയിറ്റ് മസ്റ്റായിട്ട് ചെയ്യുക. ടേണിംഗ് സ്റ്റെയറിൽ ഡോഗ് ലെഗ്ഡ് ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ നമ്മൾ എന്ത് ചെയ്യണം? വരച്ച് പഠിച്ചിട്ട് അതിൻ്റെ പ്ലാൻ ജസ്റ്റ് വരച്ച് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാൽ മതി. എഴുതിയിട്ട് അതിന് അടിയിൽ ജസ്റ്റ് പ്ലാൻ ഒന്ന് വരച്ചിട്ടാൽ മതി. അപ്പോൾ ഈ പ്ലാനുകൾ നമ്മൾ ഒപ്പം ഒന്ന് വരച്ചിടണം. എലിവേഷൻ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ പ്ലാനുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റഫായിട്ട് ആ നോട്ടിൻ്റെ അടിയിൽ വരച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇന്നതാണ് എന്നുള്ളത് നോക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് മാർക്ക് കൂടുതൽ കിട്ടാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ. ഇനി അടുത്തതാണ്. അപ്പോൾ 2 കഴിഞ്ഞിട്ടുള്ളൂ. അടുത്തതാണ് നമ്മൾ എന്ത് പറയുന്നത്? സർക്കുലർ അല്ലെങ്കിൽ ഹെലിക്കൽ അല്ലെങ്കിൽ സ്പൈറൽ സ്റ്റെയറുകളായിട്ട് പറയുന്നത്. അത് 3 ഒരേ കാറ്റഗറിയിൽ പെടുന്നുണ്ട്. സർക്കുലർ, ഹെലിക്കൽ, സ്പൈറൽ സ്റ്റെയറുകൾ. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള സ്റ്റെയറുകളിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറഞ്ഞ പേരുകളൊക്കെ, അതായത് സർക്കുലർ സ്റ്റെയർ, ഹെലിക്കൽ സ്റ്റെയർ, സ്പൈറൽ സ്റ്റെയറുകൾ, ഇങ്ങനെയുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം അല്ലേ? ഒറ്റ ഇതിൻ്റെ ഒരു പില്ലർ പോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. വീണ്ടും സ്റ്റക്കായി ഉണ്ടോ? റെക്കോർഡ് ആയതുകൊണ്ട് ഒന്നും കൂടി ഓക്കെ. ഇപ്പൊ മൂവ് ആവണ്ടാ? ഇല്ല അല്ലേ? ഓക്കെ. ഇപ്പൊ ഓക്കെ ആയോ? കാണുന്നില്ലേ? മൂവ് ആവണില്ലേ? ഓക്കെ. ഇടയ്ക്ക് നിന്ന് പോകും. ഒന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? സർക്കുലർ സ്റ്റെയറുകൾ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നമുക്ക് അറിയാം. നിങ്ങളിപ്പോൾ ഈ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ അതിലൊരു പില്ലർ വെച്ചിട്ട് ആ പില്ലറിനെ ചുറ്റിയിട്ട് സർക്കുലർ ആകൃതിയിൽ അല്ലെങ്കിൽ ഹെലിക്കൽ ആകൃതിയിൽ അല്ലെങ്കിൽ സ്പൈറലായിട്ട് നമ്മൾ കൊടുക്കുന്ന സ്റ്റെപ്പുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ സർക്കുലർ, ഹെലിക്കൽ, സ്പൈറൽ എന്നൊക്കെയുള്ള പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സർക്കുലർ സ്റ്റെയർ കണ്ടോ? അപ്പോൾ ഇതിൻ്റെ സ്പൈറൽ സ്റ്റെയർ, ഇതിൻ്റെ പ്ലാനാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഈ കൊടുത്തിരിക്കുന്നതിൻ്റെ. അപ്പോൾ അത് സർക്കുലറായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതാണ് ആ പേരുകളിലൊക്കെ ഏതെങ്കിലും ഒന്ന് നിങ്ങളത് ഏതെങ്കിലും ഒരു പേര് എഴുതിയാലും മതി കേട്ടോ. അതുപോലെ എല്ലാ പേരുകളൊന്നും എഴുതണമെന്ന് നിർബന്ധമില്ല. സർക്കുലർ സ്റ്റെയർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഒരു പ്ലാൻ നിങ്ങൾ ഇതുപോലെ ഒന്ന് വരച്ച് വെച്ചാൽ മതി. അല്ലാതെ എല്ലാ പേരുകളും എഴുതി വെക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു പേര് എഴുതിയാലും മതി. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ന്യൂവൽ പോസ്റ്റുകളോ ലാൻഡിങ്ങോ ഇല്ലാതെ തുടർച്ചയായിട്ട് വരുന്ന സ്റ്റെയറുകളെയാണ് നമ്മൾ സർക്കുലർ, ഹെലിക്കൽ, ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത്. എന്താ പറഞ്ഞത്? ന്യൂവൽ പോസ്റ്റ് ഇല്ല, അതുപോലെ തന്നെ ലാൻഡിങ് ഇല്ല, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് വരികയാണ്? സ്റ്റെയറുകൾ വരുന്ന ടൈപ്പ് സ്റ്റെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർക്കുലർ സ്റ്റെയർ അല്ലെങ്കിൽ ഹെലിക്കൽ, സ്പൈറൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇനി ഇതിനും നമുക്ക് എന്ത് വരുന്നുണ്ട്? ജോമെട്രി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ജോമെട്രിക്കൽ ഹാഫ് ടേൺ സ്റ്റെയറും ജോമെട്രിക്കൽ ക്വാർട്ടർ ടേൺ സ്റ്റെയറും
സ്റ്റെയറും ഇത് രണ്ടും കൂടി ചേർന്നാൽ നമുക്ക് എന്താവും എന്ന് പറയുന്നുണ്ട്, സർക്കുലർ സ്റ്റെയറുകളാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടിലും നമുക്ക് എന്ത് വരുന്നുണ്ട്, ജോമെട്രിക്കൽ വരുന്നുണ്ട് അല്ലേ. ഹാഫ് ടേൺ സ്റ്റെയറിലും വരുന്നുണ്ട്, ക്വാർട്ടർ ടേൺ സ്റ്റെയറിലും നമുക്ക് എന്ത് വരുന്നുണ്ട്, ജോമെട്രിക്കൽ സ്റ്റെയറുകൾ നമുക്ക് വരുന്നുണ്ട്. അത് രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ ഇതുപോലെ സർക്കുലർ സ്റ്റെയർ ആവും എന്നാണ് പറയുന്നത്. സ്പൈറൽ സ്റ്റെയർ താഴെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. ഇത് ലോഹം അല്ലെങ്കിൽ RCC നിർമ്മിതമായിരിക്കും. സ്പൈറൽ സ്റ്റെയറിൻ്റെ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഒന്നുകിൽ ലോഹമായിരിക്കാം, ഏതെങ്കിലും മെറ്റലായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം നമ്മൾ ആ പില്ലർ കൊടുക്കുന്നത് RCC ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. സ്ഥലം നന്നേ കുറഞ്ഞിരിക്കുമ്പോഴും കെട്ടിടത്തിൻ്റെ പിൻഭാഗത്തെ എമർജൻസി സ്റ്റെയറുമായിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. കാരണം പറയുന്നത് അതാണ്, അതായത് സ്ഥലം കുറവുള്ള സ്ഥലങ്ങളിലും പിന്നെ എമർജൻസി സ്റ്റെയറൊക്കെ ആയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. എല്ലാ സ്റ്റെപ്പുകളും വിൻഡേഴ്സ് ആയതിനാൽ കയറുവാൻ സൗകര്യം കുറവായിരിക്കും. എല്ലാ സ്റ്റെപ്പുകളും വിൻഡേഴ്സ് ആയതിനാൽ, വിൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇതിൽ കൊടുക്കുന്ന ഈ സ്റ്റെപ്പുകളില്ലേ, ഈ സ്റ്റെപ്പുകളെ പറയുന്ന പേരാണ് വിൻഡേഴ്സ് എന്ന്. അതായത് എന്തായിരിക്കും ആ സ്റ്റെപ്പിൻ്റെ പ്രത്യേകത, അതിങ്ങനെ ഒരു സൈഡിലേക്ക് മൊന പോലെയും ഒരു സൈഡിലേക്ക് ഇങ്ങനെ വീതി കൂടിയിട്ടല്ല ഇരിക്കുക. നമ്മളിപ്പോൾ ചില പബ്ലിക് ബിൽഡിങ്ങുകളിലൊക്കെ നമ്മൾ അത്തരത്തിലുള്ള സ്റ്റെയറുകൾ ലാൻഡിങ്ങിന് പകരം അത്തരത്തിൽ കൊടുക്കാറുണ്ട് ഇല്ലേ. അതായത് കയറി ചെന്നിട്ട് ലാൻഡിങ്ങിന് പകരം അവിടെ ഇങ്ങനെ ആ കോർണറിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പുകൾ, ഈ തുണിക്കടകളിലൊക്കെ പോകുമ്പോൾ കാണാം അവർ അങ്ങനെയായിരിക്കും അവിടെ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ കൊടുക്കുക, അതായത് ഒരെൻഡ് കൂർത്തതും ഒരെൻഡ് ഇങ്ങനെ വീതി കൂടിയിട്ടും ഇരിക്കുന്ന അത്തരത്തിലുള്ള സ്റ്റെപ്പുകളെ നമ്മൾ പറയുന്ന പേരാണ് വിൻഡേഴ്സ് എന്നാണ് പറയുന്നത്. WINDERS, വിൻഡേഴ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. കാരണം ഇത് 1 വേർഡിൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഈ ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകൾ എന്താ പറയുക എന്നുള്ളത്. അതായത് ഒരെൻഡ് കൂർത്തതും അതുപോലെ തന്നെ അപ്പുറത്തെ എൻഡ് വീതിയിലായിരിക്കും. നമ്മൾ ലാൻഡിങ്ങിന് പകരമാണ് അത് അവിടെ കൊടുക്കുക. ലാൻഡിങ്ങിൻ്റെ സ്പേസിൽ ലാൻഡിങ്ങിന് പകരമായിട്ടാണ് നമ്മൾ സാധാരണ എന്ത് കൊടുക്കാറുള്ളത്, വിൻഡേഴ്സ് കൊടുക്കാറുള്ളത്, വിൻഡേഴ്സ് സ്റ്റെപ്പുകൾ നമ്മൾ കൊടുക്കാറുള്ളത്. അതായത് ഈ സ്റ്റെപ്പിൻ്റെയൊക്കെ ഷേപ്പ് നമുക്ക് അറിയാലോ എങ്ങനെയാണ് വരിക എന്നുള്ളത്, അത് തന്നെയാണ്. വൃത്താകൃതിയിലുള്ള ഹെലിക്കൽ സ്റ്റെയറുകൾ കാഴ്ചയിൽ നന്നായി തോന്നുമെങ്കിലും നിർമ്മാണം വളരെ പ്രയാസകരമാണ്. RCCയാൽ നിർമ്മിക്കുന്ന ഈ തരം സ്റ്റെയറിന് വളരെയധികം സ്റ്റീല് ആവശ്യമാണ്. പിന്നെ എന്താ പറയുക, RCCയിൽ നിർമ്മിക്കുന്ന ഇത്തരം സ്റ്റെയറിന് നമുക്ക് സ്റ്റീല് വളരെയധികം ആവശ്യമാണ്. അത്രയേ ഉള്ളൂ. പിന്നെ 4ാമത് വരുന്നതാണ് ബിഫർക്കേറ്റഡ് സ്റ്റെയർ. ഈ സ്റ്റെയർ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താണ് ഓർമ്മ വരിക, എന്തെങ്കിലും ഓർമ്മ വരുമോ? ആരും മിണ്ടുന്നില്ല. കോളേജ് ഓർമ്മ വരും. ഓക്കെ, എനിക്ക് പെട്ടെന്ന് എന്താ ഓർമ്മ എന്നാന്നറിയോ, നമ്മുടെ രജനീകാന്തിൻ്റെ സിനിമയില്ലേ ഭാഷ, അതിലിങ്ങനെ രജനീകാന്ത് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നൊരു സീനില്ലേ, ഇങ്ങനെ 2 സൈഡിൽ നിന്ന് വന്നിട്ട്. ഓക്കെ, അപ്പോൾ ബിഫർക്കേറ്റഡ് ഇത്തരത്തിലുള്ള സ്റ്റെയറിനെ പറയുന്നതാണ്, ഈ കാണുന്ന ടൈപ്പ് സ്റ്റെയറിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ബിഫർക്കേറ്റഡ് സ്റ്റെയർ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ സ്റ്റെയറിൻ്റെ അടിഭാഗത്തെ വീതി കൂടിയ ഫ്ലൈറ്റ് മുകളിൽ ലാൻഡിങ്ങിൽ നിന്ന് വീതി കുറഞ്ഞ് ഇടത്തോട്ടും വലത്തോട്ടും 2ആയിട്ട് പിരിയുന്നു. ന്യൂവൽ പോസ്റ്റ് ഉള്ളതും ജോമെട്രിക്കലും ഉണ്ട്. ഇത് ഇതിപ്പോൾ കാണിച്ചിരിക്കുന്നത് ന്യൂവൽ പോസ്റ്റ് ഉള്ളതാണ്. ന്യൂവൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, ഈ കാണുന്ന പോസ്റ്റിനെയാണ്, ഹാൻഡ് റെയിലിനെ കണക്ട് ചെയ്തിരിക്കുന്ന പോസ്റ്റിനെയാണ് നമ്മൾ ന്യൂവൽ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂവൽ പോസ്റ്റായിട്ടും ഉള്ള ഇത് ബിഫർക്കേറ്റഡ് സ്റ്റെയറുകളും ഉണ്ട്, ജോമെട്രിക്കലി ഉള്ള ബിഫർക്കേറ്റഡ് സ്റ്റെയറുകളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന, അപ്പോൾ നമ്മളിതിപ്പോൾ നോട്ട് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതി ഈ ഫിഗർ ഒന്ന് വരച്ച് വെച്ചാൽ നമുക്ക് മാർക്കായി. അപ്പോൾ ഓൾറെഡി 5 ക്ലാസിഫിക്കേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 പോയിന്റുകൾ നിങ്ങൾ എഴുതിയാൽ മതി. കൂടുതൽ അറിയാവുന്നവർക്ക് അത് എഴുതാട്ടോ, കുഴപ്പമില്ല. പക്ഷെ മിനിമം 5 പോയിന്റെങ്കിലും നിങ്ങൾ എഴുതിയിരിക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്റ്റെയറുകളിൽ നിന്ന് ഇപ്പോൾ 1ാമത്തെ സ്ട്രെയിറ്റ് അത് ഓക്കെയാണ് നമുക്ക് അല്ലേ, സ്ട്രെയിറ്റ് സ്റ്റെയർ നമുക്ക് ഓക്കെയാണ്. 2ാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എഴുതാം. 3ാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, സർക്കുലർ സ്റ്റെയർ കൊടുക്കാം. 4ാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ബിഫർക്കേറ്റഡ് സ്റ്റെയർ കൊടുക്കാം. അപ്പം 4ഉം വെറൈറ്റീസായി. ഇനി നമുക്ക് ഒന്നുകിൽ ജോമെട്രി ഏതെങ്കിലും ഹാഫ് ടേണിൻ്റെ തന്നെ ജോമെട്രിയോ അല്ലെങ്കിൽ ഓപ്പൺ ന്യൂവൽ സ്റ്റെയറോ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം കൂടി നമുക്ക് അതിൽ നിന്ന്
ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ടേണിംഗ് സ്റ്റെയറുകൾ വന്നല്ലോ. ഈ ടേണിംഗ് സ്റ്റെയറിൻ്റെ അകത്ത് നിന്ന് തന്നെ നമുക്ക് 1 2 ഹാഫ് ടേണിൽ നിന്നും ക്വാർട്ടർ സ്റ്റേണിൽ നിന്നും ഒരെണ്ണം കൂടി എടുത്ത് എഴുതി കഴിഞ്ഞാൽ 5 പോയിൻ്റായി. ഇനി കൂടുതൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മിനിമം 5 സ്റ്റെയറുകൾ 5 പോയിൻ്റെങ്കിലും, കാരണം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ 5 പോയിൻ്റെങ്കിലും നിങ്ങൾ എഴുതി വെച്ചിരിക്കണം. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നു സ്റ്റെയറിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഞാൻ പറഞ്ഞിരുന്നു അവരോട് നിർബന്ധമായിട്ടും ഇത് പഠിക്കണം വരുമെന്ന്. അത് വരും ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം സ്റ്റെയർ ആവണമെന്നില്ല, ഒരുപക്ഷെ ഡോറാവാം, വിൻഡോ ആവാം, ആർച്ച് ആവാം. ഇതിൽ എന്തായാലും ഈ പറഞ്ഞു വന്ന 4 ചാപ്റ്ററുകൾ, ആർച്ച്, ഡോറ്, വിൻഡോ, ഇപ്പോൾ പറയുന്ന സ്റ്റെയർ, ഇനി ഒരെണ്ണം കൂടിയുണ്ട് റൂഫ്. ഈ 5 ചാപ്റ്ററിൽ നിന്ന് ഈ 5 എണ്ണത്തിൽ നിന്ന് 1 2 3 ക്വസ്റ്റ്യൻസ് എന്തായാലും വരും, ഉറപ്പാണ്, 5 മാർക്കിൻ്റെ. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒന്ന് ഷുവറായിട്ടൊന്ന് പറഞ്ഞു തരണം. അത് പറയും നമ്മള്. എന്താ ഉദ്ദേശിച്ച രാജേഷ്? കഴിഞ്ഞ പ്രാവശ്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അത് പറയും. അതേപോലെ ഷുവർ ആയിട്ടുള്ള ഒന്ന് എന്തായാലും പറയണം. അത് സമയമുണ്ടല്ലോ നമുക്ക്, സമയമുണ്ട്. അതൊക്കെ നമുക്ക് ശരിയാക്കാം. അതൊന്നും പ്രശ്നമില്ല. അതൊക്കെ എക്സാം വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് റെഡിയാക്കി തരും. ഇപ്പം നമ്മൾ നമ്മുടെ ടോപ്പിക് എടുത്ത് തീർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ക്ലാസ് എടുത്ത് നമ്മുടെ സിലബസ് പ്രകാരം നമ്മുടെ ക്ലാസ്സുകൾ തീർക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ബാക്കിയൊക്കെ എക്സാമിനോടനുബന്ധിച്ച് ഒരു 1 മന്ത് നമ്മൾ ഈ മാർച്ച് കൂടി കഴിഞ്ഞാൽ ഏപ്രിൽ മെയ്യിൽ നമ്മൾ റിവിഷൻ തുടങ്ങും. അപ്പം അതിൽ നമുക്ക് ക്ലിയർ ആക്കാം കേട്ടോ. ഡോണ്ട് വെറി, ഇതൊന്നും അത്ര കാര്യമുള്ള കാര്യമില്ലെന്നേ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇത്രയും ക്ലാസിഫിക്കേഷൻസ് ആണ്, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് ആ പിക്ചർ മനസ്സിലാക്കിയിട്ട് നിങ്ങളത് ഇന്നതാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതൊന്നും കാണാതെ ഈ നോട്ടൊന്നും കുത്തിയിരുന്ന് പഠിക്കേണ്ട ഒരു കാര്യമില്ല. കാര്യങ്ങൾ ഇന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കി അതുപോലെ അങ്ങ് ചെയ്യുക. പ്ലാനിൻ്റെ ഇപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഇതിൽ കാണുമ്പോൾ എലിവേഷനൊക്കെ കിടക്കുന്നുണ്ട്. ഈ എലിവേഷനൊന്നും വരയ്ക്കണ്ട, നിങ്ങളതിൻ്റെ പ്ലാൻ മാത്രം വരച്ചാൽ മതി. ഇപ്പോൾ ഇത് 3/4 സ്റ്റേൺ ആണോ വരയ്ക്കുന്നത്, അപ്പോൾ ആ ജസ്റ്റ് ഇതേപോലെ തന്നെ, ഇപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് അളവിലൊന്നല്ല അവർ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു ഇവിടെ ലാൻഡിങ് കൊടുക്കുന്നു. ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഒരു ഫിഗറായിട്ട് ഇങ്ങനെ കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ മാർക്കുകൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ. ഇനി പറയുന്നത് സ്റ്റെയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പലതരത്തിലുള്ള സ്റ്റോൺ ഉപയോഗിക്കാം, ടിമ്പർ ഉപയോഗിക്കാം, ബ്രിക്ക് ഉപയോഗിക്കാം, മെറ്റൽ ഉപയോഗിക്കാം, RCC ഉപയോഗിക്കാം. ഇതൊക്കെ നമ്മളിത് കൊണ്ട് ചെയ്യുന്ന ആൾക്കാരാണല്ലേ. ഇത്തരത്തിലുള്ള മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെയറുകൾ നിർമ്മിക്കുന്ന ആൾക്കാരാണ്. അപ്പം അത് നമുക്ക് കുറച്ചത് പറയാനുണ്ട്. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് പറയാം. അത് പറഞ്ഞു തുടങ്ങിയാൽ അത് തീരില്ല, 8:56 ആയതുകൊണ്ട്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ പറയാം. നോമ്പായതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ച് എടുക്കുന്നത് കേട്ടോ. കാരണം കുറേ പേർക്ക് കയറാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ എടുത്തു പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ അവർക്കത് വരുന്ന സമയത്ത് കുറേ പെൻഡിങ് പോലെ തോന്നൂലേ, അതുകൊണ്ടാണ് കേട്ടോ. ഓരോ ടോപ്പിക്ക് മാത്രം നമ്മളൊരു ദിവസം എടുത്ത് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തത് എന്താണ്, ടൈപ്സ് ഓഫ് സ്റ്റെയർ, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റെയർ അല്ലേ. അതാണ് ഇതിൻ്റെ 4 എണ്ണം. ഇതിൽ തന്നെ ടേണിംഗ് സ്റ്റെയറിലാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, ഇത്തിരി ഹാഫ് ടേൺ, ക്വാർട്ടർ ടേണും ഹാഫ് ടേണും വന്നിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് വീണ്ടും 2-3 തരം വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാണാതെ പഠിക്കുകയല്ല ചെയ്യേണ്ടത്. കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം അവയിൽ വരുവാകും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. നമുക്കിതൊക്കെ കണ്ടാൽ മനസ്സിലാവുന്നതല്ലേ. ഓക്കെ.